വെൽക്കം ടു ഓൾ ജി ടി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചിട്ടാണ്. വളരെ ഷോർട്ട് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. പലരും വിളിച്ച് വളരെ ഇത് പറഞ്ഞു, വളരെ ബുദ്ധിമുട്ടുള്ള ഗ്രാമർ കാര്യങ്ങൾ അല്ലെങ്കിൽ ടെൻസസ് വളരെ ഈസി ആയിട്ട് പറയുന്നതിന് വളരെ താങ്ക്സ് ഒക്കെ പറഞ്ഞു. അതിയായ സന്തോഷം നിങ്ങൾ വീഡിയോ കാണുന്നതിലും കമന്റ് ചെയ്യുന്നതിലും അതുപോലെ മെസ്സേജ് ഒക്കെ അയക്കുന്നതിൽ. അപ്പോൾ വളരെ ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ നമുക്കറിയാം ഫ്യൂച്ചർ ടെൻസിന് 4 ടെൻസ് ഉണ്ട്. അതിൽ നാലാമത്തെയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഇതിനൊരു എല്ലാ ടെൻസിന്റെ ജനറൽ ഫോം നമുക്ക് മനസ്സിലാക്കി തന്നെ ഇത് ഈസി ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു ടെൻസ് പഠിക്കാനായിട്ട് വേണ്ടു. അപ്പൊ ഇതിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് ബി പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. അപ്പൊ എന്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്? സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. ഒരു എക്സാമ്പിൾ, I will have been living in Mumbai from 2030 onwards. 2030 മുതൽ ഞാൻ മുംബൈയിൽ താമസിക്കുന്നുണ്ടാകും. അപ്പൊ നമുക്ക് എന്താണ് ഒരു ഫ്യൂച്ചറിൽ തുടർച്ചയായിട്ട് വളരെയധികം വർഷങ്ങൾ നടക്കാനുള്ള ഒരു സാധ്യതയെ കുറിച്ച് പറയുവാനാണ് നമ്മൾ എന്ത് ചെയ്യണേ? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇപ്പൊ 2030 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പൊ 2025 ആണ്. 2030 മുതൽ ഞാൻ മുംബൈയിൽ താമസിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ താമസിക്കുന്നുണ്ടാകും എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇതിനെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെ സിമ്പിൾ ആണ്. വിൽ യു ഹാവ് ബീൻ ലിവിംഗ് ഇൻ മുംബൈ ഫ്രം 2030 ഓൺവേർഡ്സ്? 2030 മുതൽ നിങ്ങൾ മുംബൈയിൽ താമസിക്കുന്നുണ്ടാകുമോ? നമുക്ക് പറയാം യെസ് ഐ വിൽ ഹാവ് ബീൻ. അത്രയും പറഞ്ഞ് നമുക്ക് നിർത്താം. സ്പീക്കിംഗിലാണെങ്കിൽ അത്രയും മതി. അല്ലെങ്കിൽ യെസ് ഐ വിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നിർത്താം. അപ്പൊ നമ്മൾ സെന്റൻസ് എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ ഫുൾ ആയിട്ട് തന്നെ എഴുതണം. യെസ് ഐ വിൽ ഹാവ് ബീൻ ലിവിംഗ് ഇൻ മുംബൈ ഫ്രം 2030 ഓൺവേർഡ്സ്. No, I won't have been living in Mumbai from 2030 onwards. 2030 മുതൽ ഞാൻ മുംബൈയിൽ താമസിക്കുന്നുണ്ടാകില്ല. പോസിറ്റീവ് ആൻസറും നെഗറ്റീവ് ആൻസറും പറയുന്നു. അപ്പോൾ നമുക്ക് നോ ഐ വോണ്ട് എന്ന് പറഞ്ഞാലും സ്പീക്കിംഗ് ലാംഗ്വേജിൽ അതിന്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷേ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതണം. നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഏതായാലും നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നവരെ ദിസ് ഫ്രണ്ട്സ് ഓഫ് സൈനിങ് ഔട്ട്.